വെൽക്കം ടു ഓൾ. കഴിഞ്ഞ 2 വീഡിയോകളിലായി പ്ലാനിംഗ് എന്ന അധ്യായത്തിലെ ഭാഗമാണ് നമ്മൾ പഠിച്ചത്. മീനിങ് ഓഫ് പ്ലാനിംഗ്, ഡെഫിനിഷൻ ഓഫ് പ്ലാനിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ് എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ 2 വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. കാണാത്തവർ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ നോട്ട് എഴുതുവാനും സാധിക്കും എന്ന പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് എന്ന ഭാഗമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിംഗ് അല്ലെങ്കിൽ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാനിംഗ് അല്ലെങ്കിൽ ഡ്രോബാക്സ് ഓഫ് പ്ലാനിംഗ് എന്നൊക്കെ പറയാവുന്നതാണ്. പരിമിതികൾ, ന്യൂനതകൾ, ദോഷങ്ങൾ. limitations of planning. The effectiveness of planning may be affected by external factors, economic, social, political, technological or legal. The management has little control over these external forces. There are certain limitations of planning. The important limitations of planning are: first, time consuming process. Planning is a time consuming process. സമയക്കൂടുതൽ എടുക്കുന്ന ഒരു പ്രക്രിയ ആണ് ആസൂത്രണം ചെയ്യൽ അഥവാ പ്ലാനിംഗ്. പ്ലാനിംഗ് therefore delays decisions. സാധാരണയായി പ്ലാനിങ്ങിനെ പറ്റി പറയാറുണ്ട്, അത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്ന ഒരു പ്രക്രിയ ആക്കി മാറ്റുന്നു എന്ന്. കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ദി വേരിയസ് കോഴ്സസ് ഓഫ് ആക്ഷൻ, ഇവാലുവേഷൻ ഓഫ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആൻഡ് ദി സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഇൻവോൾവ്സ് മച്ച് ടൈം. പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇതിനൊക്കെ കൂടുതൽ സമയമെടുക്കുന്നു എന്ന പരിമിതി പ്ലാനിങ്ങിൽ നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ പരിമിതി. സെക്കൻഡ്ലി, കോസ്റ്റ്ലി പ്രോസസ്. പ്ലാനിങ് ഈസ് എ കോസ്റ്റ്ലി പ്രോസസ്. ചിലവേറെയുള്ള ഒരു പ്രക്രിയ ആണ് ആസൂത്രണം ചെയ്യൽ അഥവാ പ്ലാനിംഗ്. കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദി ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആൻഡ് ദി സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്. പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ധാരാളം ചിലവുകൾ സംഭവിക്കുന്നു. It is an expensive process. Planning is an expensive process എന്നതാണ് രണ്ടാമത്തെ പരിമിതി. Thirdly, psychological resistance. In an old established organization, employees of the organization resist changes implied in planning. Planning മാറ്റത്തെ കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒന്ന് പ്ലാനിങ്ങിൽ ഉണ്ടെങ്കിൽ ആളുകൾ, അതായത് ജീവനക്കാർ, മെമ്പർമാർ, അംഗങ്ങൾ ഒക്കെ മനഃശാസ്ത്രപരമായ തടസ്സം സൃഷ്ടിക്കും എന്നതാണ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത. സാധാരണയായി നിലവിൽ ഇല്ലാത്ത ഒന്നിനെ എതിർക്കുക എന്നത് മനുഷ്യ സഹജമാണ്. അത്തരം ഒരു പരിമിതി പുതിയ എന്തെങ്കിലും പ്ലാനിങ്ങിലൂടെ കൊണ്ടുവരുമ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാരും മറ്റ് അംഗങ്ങളും സൃഷ്ടിക്കും എന്നത് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതിയാണ്. ഇതിനെയാണ് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് അഥവാ മനഃശാസ്ത്രപരമായ പ്രതിബന്ധം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിജിഡിറ്റി. Planning makes the managers and the employees work on a predetermined course of action. That means planning lead to rigidity
ആൻഡ് ഇൻഫ്ലെക്സിബിലിറ്റി ഇൻ ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ. കർക്കശമായ ഒരു സ്വഭാവം പ്ലാനിങ്ങിൽ ഉണ്ടാകുന്നു എന്നത് അതിൻ്റെ മറ്റൊരു പരിമിതിയാണ്. സാധാരണയായി പ്ലാനിങ് മേക്സ് ദി മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് വർക്ക് ഓൺ എ പ്രീ ഡിറ്റർമൈൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പ്രവർത്തന പദ്ധതിയിലേക്ക് മുഴുകുവാനാണ് മാനേജർമാരെയും എംപ്ലോയീസിനെയും പ്ലാനിങ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് സാധാരണയായിട്ട് കാർക്കശ്യമുള്ള ഒരു സ്വഭാവത്തെ ഉണ്ടാക്കുന്നു, മാറ്റം വരുത്തുവാനുള്ള കഴിവിനെ ഇല്ലാതാക്കുന്നു എന്നത് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതിയാണ്. നെക്സ്റ്റ്, അടുത്ത 5ാമത്തെ പരിമിതി ശ്രദ്ധിക്കുക. limitations of forecast. Forecasting is the best basis of planning. പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്, പ്രവചനമാണ്. ആസൂത്രണം ചെയ്യുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. The success of planning depends upon the accuracy of forecast. ഒരു പ്ലാനിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത് സാധാരണയായി ഫോർകാസ്റ്റിൻ്റെ കൃത്യതയാണ്. പല കാരണങ്ങളാലും ഫോർകാസ്റ്റ് കൃത്യമാകുന്നില്ല എന്നത് പ്ലാനിങ് പരാജയപ്പെടുന്നതിലേക്ക് നയിക്കപ്പെട്ടേക്കാം. അതാണ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതി, ലിമിറ്റേഷൻസ് ഓഫ് ഫോർകാസ്റ്റ്. പ്രവചനത്തിന് ഉണ്ടാകുന്ന എല്ലാ ലിമിറ്റേഷൻസും പ്ലാനിങ്ങിനും ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പരിമിതി. നെക്സ്റ്റ്, lack of orientation training for managers also affects adversely the quality of planning. സാധാരണയായിട്ട് ഓറിയന്റേഷൻ ട്രെയിനിങ് മാനേജർമാർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പ്ലാനിങ്ങിൻ്റെ ഗുണത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നതാണ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതി. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ഒരിക്കലും വിജയത്തെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഫോർകാസ്റ്റിംഗ് സക്സസ്ഫുൾ ആണെങ്കിൽ, അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ വിജയപ്രദമാണെങ്കിൽ മാത്രമേ പ്ലാനിങ്ങിലൂടെ വിജയം നേടിയെടുക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. സോ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് ഒരിക്കലും തന്നെ വിജയത്തെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നതാണ് പ്ലാനിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിമിതി. ഇത്രയും പരിമിതികളാണ് പ്ലാനിങ്ങിന് പ്രധാനമായിട്ടും ഉള്ളത്. മറ്റു പരിമിതികളും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞേക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ സംശയ നിവാരണം നടത്തുന്നതായിരിക്കും. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.